കായലിൻ്റെ നടുക്ക് നമുക്ക് നിൽക്കാൻ കഴിയും, കായലിലൂടെ നടക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മുടെ കൊല്ലത്ത് അങ്ങനെ ഒരു സ്പോട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. ഞാനിന്ന് വന്നിട്ടുള്ളത് അഷ്ടമുടി കായലിലെ കാഴ്ചകളുമായിട്ടാണ്. ഇത് നമ്മുടെ അഷ്ടമുടി കായലിലെ സാമ്പ്രാണിക്കൊടി എന്ന സ്പോട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വെറും 20 രൂപ ടിക്കറ്റിൽ 1 മണിക്കൂർ അഷ്ടമുടി കായലിലൂടെ ഒരു യാത്ര. അതിനുശേഷം നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ യാത്ര, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫുൾ ഡീറ്റെയിൽസ്, അതുപോലെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക. നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ ബോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇതുവഴി നമുക്ക് സർവീസ് ബോട്ടാണ്. 20 രൂപയാണ് റേറ്റ് സാമ്പ്രാണിക്കൊടി വരെ എത്തുന്നതിന്. ഇത് കൂടാതെ തന്നെ കേരള സംസ്ഥാന ജലസേചന വകുപ്പിൻ്റെ ഒരു ടൂറിസ്റ്റ് ബോട്ടുമുണ്ട്. സി അഷ്ടമുടി എന്നാണ് സ്കീമിൻ്റെ പേര്. ഇത് 3 വർഷമായിട്ട് ഇവിടെ നടന്നു വരുന്ന ഒരു സ്കീമാണ് സി അഷ്ടമുടി. 500 രൂപ അല്ലെങ്കിൽ 400 രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് ഒരു ദിവസം ഫുഡ് ഉൾപ്പെടെ നമുക്ക് അഷ്ടമുടി കായലിൽ ഫുൾ കറങ്ങാവുന്നതാണ്. ഹൗസ് ബോട്ട് ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിന് നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രം മതി. നമ്മളിവിടെ എത്തിയ സമയം നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിലായിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അഷ്ടമുടി കായലിൻ്റെ ഈ ഒരു മനോഹരമായ കാഴ്ചയ്ക്ക് പുറമെ അഷ്ടമുടി കായലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഒരു കണ്ണീർ കഥ കൂടിയുണ്ട്. അതായത് പെരുമൺ റെയിൽവേ ദുരന്തം 1988 ജൂലൈ 8 കൊല്ലം ജില്ലയിൽ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടി കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം. ഈ ഒരു അപകടത്തിൽ 105 പേരാണ് മരണപ്പെട്ടത്. കേരളം കണ്ടത് ഏറ്റവും വലിയ തീവണ്ടി ദുരന്തങ്ങളിലൊന്നാണ് ഈ ഒരു അഷ്ടമുടി കായലിലുണ്ടായ പെരുമൺ തീവണ്ടി ദുരന്തം. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പാലം തേവള്ളി ബ്രിഡ്ജാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൂയിസൈഡ് പോയിന്റ് ഓഫ് കൊല്ലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കായലിൻ്റെ ഈ നടുഭാഗത്ത് വെച്ച് ആ ഒരു പാലം എൻഡ് ചെയ്യുവാണ്. ഇതാണ് ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പോട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത സ്പോട്ടാണ്. നമ്മുടെ കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്ക്. അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ബോട്ട് പോകുന്നതനുസരിച്ച് മീനുകൾ ഇങ്ങനെ വെള്ളത്തിന് മുകളിലേക്ക് വരാറുണ്ട്. ആ മീനെ കൊത്തി തിന്നാൻ വേണ്ടിയാണ് നീർക്കാക്കകളും കൊക്കും ഇങ്ങനെ ബോട്ടിന് പുറകെ വരുന്നത്.
നല്ല വെയിലത്ത് നമ്മൾ കായലിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് അടുത്ത മഴയും വന്നത്. നമുക്കങ്ങനെ വെയിലത്തെ കായലിൻ്റെ കാഴ്ചകളും കിട്ടി, മഴയത്തുള്ള കായലിൻ്റെ കാഴ്ചകളും കിട്ടി. നല്ല മനോഹരമായ വ്യൂ ആണ്. നമുക്ക് സി അഷ്ടമുടിയിൽ 400 രൂപയുണ്ടെങ്കിൽ ഫുഡ് ഉൾപ്പെടെ നമുക്ക് കായലിലൂടെ യാത്ര ചെയ്യാം. ഇത് നമ്മൾ ഇവിടുത്തെ സർവീസ് ബോട്ടിലാണ് സാമ്പ്രാണിക്കൊടി വരെ പോകുന്നത്. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കായലിൽ മീൻ പിടിക്കാനുള്ള ചീനവലയാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടുകളാണ്. നമ്മൾ ഈ യാത്ര പോയിരുന്നത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ബോട്ടിലുള്ളവരൊക്കെ അവിടെ വെച്ച് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അവർ ഫിഷിങ്ങിന് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്.
നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കൊല്ലം റാവീസ് റിസോർട്ടാണ്.
നമ്മളങ്ങനെ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിലേക്ക് പോവാം. അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് നിൽക്കാൻ പറ്റുക അല്ലെ നമുക്ക് നടക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ആഴം കൂടിയ കായലിൻ്റെ നടുക്കൊരു സ്പോട്ട്. അഷ്ടമുടി കായലിൻ്റെ നടുക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡ് അങ്ങനെ എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ സാമ്പ്രാണിക്കൊടി. മഴ സമയം അതുപോലെ ഈവനിങ് ടൈം ആയാൽ ഫുഡൊന്നും ചിലപ്പം കിട്ടില്ല. ഉച്ച സമയത്തൊക്കെ നമുക്ക് കപ്പ, മീൻകറി അങ്ങനെയുള്ള എല്ലാ ഫുഡും ഐറ്റംസും കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ സാമ്പ്രാണിക്കൊടി. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് മഴയായിപ്പോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മഴ മാത്രമല്ല, അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഒരു അവധി ദിവസമാണ് നമ്മളിവിടെ എത്തിയത്. നല്ല തിരക്കുള്ള സമയമാണ്. അതുപോലെ തന്നെ സന്ദർശകർ ഇവിടെ എത്തേണ്ട സമയം രാവിലെ 9 AM ടു വൈകിട്ട് 4:30 PM വരെയാണ്. 5 മണി ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ക്ലോസ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. നമ്മൾ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പാണ് ഈ സാമ്പ്രാണിക്കൊടി ട്രിപ്പ്. എന്ന് വെച്ചാൽ കായലിൻ്റെ നടുക്കൂടെ ഒരു യാത്ര നമുക്ക് നടക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഫുഡും കിട്ടും. ചെറിയ ചെറിയ വള്ളത്തിലൊക്കെ ആയിട്ട് ചേച്ചിമാരിവിടെ നമുക്ക് വേണ്ട ഫുഡൊക്കെ കൊണ്ടു തരാറുണ്ട്. ഈ സാമ്പ്രാണിക്കൊടിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ സാമ്പ്രാണിക്കൊടി. അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു വ്യത്യസ്തമായ ഒരു വൈബാണ് നമുക്ക്.
കായലിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കാൻ കഴിയുക. കായൽ അത് നമ്മുടെ മുട്ടിൻ്റെ അത്രയും വെള്ളമേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത്. അഷ്ടമുടിക്കായലിലെ ചെറിയൊരു ദ്വീപാണ് ഈ സാമ്പ്രാണിക്കൊടി. കണ്ടൽ കാടുകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്കിനി ഈ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് നമ്മൾ വള്ളത്തിൽ വേറെ യാത്രയുണ്ട്. അതിൻ്റെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.